ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടത് ബീഫ്, നാളികേരക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ ഇല, തരിയായി പൊടിച്ച കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇനി കഴുകി വൃത്തിയാക്കിയ ബീഫ് എടുക്കുക. അതിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നായി മാരിനേറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഉപ്പും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർക്കുക. പിന്നെ നമ്മുടെ സാധനങ്ങൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെച്ച സാധനങ്ങളെല്ലാം എടുക്കണം. തരിയായി പൊടിച്ച കുരുമുളക് പൊടി എടുക്കുക, പിന്നെ വെളുത്തുള്ളി എടുക്കണം, ഇഞ്ചി, കരിവേപ്പിൻ്റെ ഇല, പിന്നെ നാളികേരക്കൊത്തും. ഇനി നാളികേരക്കൊത്ത് അവസാനം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ വേവിക്കണേൽ തന്നെയാണ് നാളികേരക്കൊത്തും കൂടെ ഇട്ടത്. അപ്പോൾ അയാൾ നാളികേരത്തിനും കൂടി ഒരു ടേസ്റ്റ് അതിലേക്ക് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതിനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിക്കുമ്പോൾ കുറച്ച് സമയം എന്നിട്ട് വെക്കണം. തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആവും ഇതിനുള്ളിൽ. അതിന് വേണ്ടിയിട്ടാണ് അരമണിക്കൂർ അവിടെ വെച്ചത്. എന്ത് സാധനം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് വരുമല്ലോ, അതുകൊണ്ട്. നമുക്ക് ഇതിനെ ഞാൻ കുക്കറിലാണ് വേവിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കാം, അല്ലെങ്കിൽ വേറെ ഏത് പാത്രത്തിൽ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വേഗം വേവാൻ വേണ്ടിയിട്ടാണ് കുക്കർ എടുത്തത്. ഞാൻ കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഞങ്ങളുടെ കുക്കറിൽ അടി പിടിച്ചാലോ എന്നുള്ള സംശയമൊക്കെ തരുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് തൊട്ടിട്ട് 1/2 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. പക്ഷേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അത് തന്നെ വേവാറുണ്ട്. ഞാൻ എൻ്റെ കുക്കറിൽ ഒരു 7 വിസിലാണ് വരുത്തിയത്. നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും കേട്ടോ. എന്നിട്ട് വേണ്ടില്ലേ 7 വിസിലിൽ തന്നെ നന്നായി എൻ്റെ ബീഫ് വെന്തിട്ടുണ്ട്. ഞാനതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല. എന്നിട്ട് പോലും അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലേ. ഇനി നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ എടുക്കുകയാണ് നല്ലത് എപ്പോഴും റോസ്റ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് എടുക്കാണ്ടൊന്നും ഇരിക്കേണ്ട. അപ്പോൾ നമുക്ക് റിഫൈൻഡ് ഓയിലാണ് എന്താണ് ഏത് ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുത്തതെന്ന് മാത്രം. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് പെരിഞ്ചീരകം, ഇത്രയും സാധനം ഒന്ന് വറവിടുക. അതിൻ്റെ ഉള്ളിലേക്ക് സബോള നീളത്തിലരിഞ്ഞ് നിൽക്കുക. ഇനി നിങ്ങൾക്ക് കൊത്തിയരിയണമെങ്കിൽ അരിഞ്ഞോളൂ, അത് കുഴപ്പമില്ല. പക്ഷേ നീളത്തിലരിയുമ്പോഴല്ലേ കാണാൻ ഒരു ഭംഗി, അതിന് വേണ്ടിയിട്ടാണ് നീളത്തിലരിഞ്ഞത്. അതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാവണ വരെ വഴറ്റി കൊടുക്കണം. ഈ മസാല ഞാൻ ശരിക്കും സാധാരണ ബീഫ് വേവിക്കുമ്പോഴാണ് ഇടാറ്. പക്ഷെ ഇന്ന് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ വേവിക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിലിടണ്ട കേട്ടോ. ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. മസാലയ്ക്കുള്ള ഉപ്പിട്ടാൽ മതി. കാരണം നമ്മൾ ബീഫ് വേവിക്കാൻ ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പ് കൂടരുത്. അതിൻ്റെ ഉള്ളിൽ കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ നിറമാകുന്ന വരെ വഴറ്റി കൊടുക്കണം. കരിയാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് നോക്കി ഇളക്കി കൊടുക്കണം. വേണമെങ്കിൽ ഒന്ന് ചെറുത് അടച്ച് വെച്ചോളാം, തീ കുറച്ചിട്ടിട്ട്. അപ്പോൾ പെട്ടെന്നായി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇനി അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതിനെയും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം നല്ലപോലെ പോകണം. പച്ചമണം പോണ വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ആ പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്കതിൽ ബാക്കി മസാലപ്പൊടികൾ ഇടാം. ഞാനിട്ട് ആദ്യം ഇട്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയാണ്. മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്നും കൂടി നന്നായി വഴറ്റി കൊടുക്കുക. നല്ല പോലെ വഴണ്ടി വരുമ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. ആ പെരിഞ്ജീരകപ്പൊടിയും ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. വഴണ്ടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് ഇതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് വഴറ്റി അതിൽ എണ്ണ തെളിയണ വരെ വഴറ്റി കൊടുക്കണം. ഞാൻ എൻ്റെ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ തക്കാളിക്ക് തന്നെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉള്ള തക്കാളിയായിരുന്നു. പിന്നെ നന്നായി പഴുത്ത തക്കാളി എടുക്കുക, അപ്പോൾ നന്നായി വഴണ്ടി കിട്ടും. അല്ലെങ്കിൽ ലവണ് വെള്ളം ചേർക്കേണ്ടി വരിക. എന്നിട്ടൊന്ന് ഞാൻ അടച്ച് വെച്ച് വേവിച്ചു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കുന്നുണ്ടോ നോക്കണം. ഇനി അങ്ങനെ ഇല്ല, വെള്ളം ഇല്ല എന്ന് കാണുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തോളൂ. കണ്ടില്ലേ, ഇപ്പം എൻ്റെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി വല്ല കട്ടയിട്ട് വല്ലതും കിടക്കണുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കണ്ടില്ലേ, നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരണ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ വേവിച്ച ബീഫ് ചേർക്കാം. ആ ബീഫിലെ വെള്ളവും ചേർക്കാം, കാരണം അധികം വെള്ളമൊന്നും ഇല്ലല്ലോ, അത് പിന്നെ അതിൽ കിടന്ന് വറ്റി കിട്ടിയോളും.
അതുകൊണ്ട് തന്നെ ഞാൻ ആ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട, ഞങ്ങൾക്ക് വെള്ളം തോന്നുകയാണെങ്കിൽ മാറ്റി വെച്ചോളൂ. പക്ഷേ അതിലാണ് എല്ലാ മസാലയും ഉള്ളത്, അപ്പോൾ അതിനാണ് ടേസ്റ്റ് വരിക. അപ്പോൾ അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അധികം ഡ്രൈ ആവണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പാകത്തിന് വാങ്ങാം. ഈ ഒരു കുറച്ചും കൂടി ഇളക്കി കൊടുത്തൊന്ന് കുറുകി വരുമ്പോൾ വാങ്ങാം. ഞാൻ ഒരുവിധം നന്നായി ഡ്രൈ ആക്കിയിട്ടുണ്ട്. വല്ലാണ്ട് ഡ്രൈ ആക്കല്ല, ഒരു മീഡിയത്തിലാക്കിയിട്ടുണ്ട്. ഞാനിത് കഴിക്കാത്തൊരു സാധനമാണ്, ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഇത് വീട്ടിലുള്ളവർ അവരുടെ രുചിയാണ് പറഞ്ഞു തന്നേക്കണം. അതിനനുസരിച്ചിട്ടാണ് ഉപ്പും മുളകൊക്കെ ഞാൻ ഇട്ടേക്കണത്. നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർക്ക് എരിവ് കുറവ് മതി. ഇവിടെ അത്ര എരിവൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയൊക്കെ ഇട്ടേക്കണത് ഞാൻ. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാതെ ഇപ്പോൾ ഒരുവിധമൊക്കെ കുറുകി. ഈ പാകത്തിൽ വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിതിനെ ഒന്നും കൂടി ഡ്രൈ ആക്കുന്നുണ്ട്. വല്ലാണ്ട് ഡ്രൈ ആക്കിയിട്ടില്ല, ഒരു മീഡിയം സൈസ് ഡ്രൈ ആക്കല ചെയ്തിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ അതിൽ ഗരം മസാലപ്പൊടി ഇടാം, വേണമെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഇടാം. ഞാൻ ഗരം മസാലപ്പൊടി ഇട്ടത്, അതുപോലെ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതും നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയും കുറയ്ക്കും ചെയ്യാം കേട്ടോ. ഈ പരുവത്തിലാണ് ഞാൻ വാങ്ങിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ ഡ്രൈ ആക്കാം. പായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വാങ്ങാം. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ അമർത്തണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.